അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 4.25 വർഷം മുന്നേ ചെയ്ത അതേപോലത്തെ ഒരു വീഡിയോ. അതിൽ കുറച്ച് വ്യത്യസ്തങ്ങൾ ഉണ്ട് അന്നത്തെ ചെയ്തിലേറെ. ആ വ്യത്യസ്തം എന്തുകൊണ്ട് വന്നു എന്നും നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, അത് എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്. അപ്പോൾ എനിക്കിവിടെ മരുമകൾ പ്രസവിക്കാനായിക്കണു. അപ്പോൾ അനിയത്തിൻ്റെ മരുമകളും പ്രസവിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കുട്ടികൾക്കും കൂടിയുള്ള തൊട്ടിത്തുണി എടുത്താണ്. അപ്പോൾ ഇത് വെള്ള തുണി ഞാൻ 2 മീറ്റർ എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ ഒരു വെള്ള തുണി കൊണ്ട് എന്നെയാണ് തൊട്ടിയിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് ലാസ്റ്റ് വരെ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ പ്രാവശ്യം എന്തുകൊണ്ട് ഒരു തൊട്ടിത്തുണിക്ക് 1 മീറ്റർ തുണി എടുത്തു എന്നിട്ടാ. പിന്നെ ഇത് ബെഡ്ഷീറ്റിന് വേണ്ടതാണ്. ബെഡ്ഷീറ്റ് അമ്മത് കൊതുകുവലിൻ്റെ അടിക്ക് ഡിസൈൻ ചെയ്യാൻ, തൊട്ടിത്തുണീൻ്റെ സൈഡിൽ ഡിസൈൻ ചെയ്യാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ഈ തുണി എടുത്തിട്ടുള്ളത്. അതിപ്പോൾ 8 മീറ്ററും 80 സെൻറ്റിമീറ്ററും ഉണ്ട്. 8 മീറ്ററാണ് ഞാൻ അവരോട് ചോദിച്ചത്. പക്ഷേ 30 സെൻറ്റിമീറ്റർ കൂടുതലുണ്ടായതുകൊണ്ട് അത് നമുക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ ആ തുണിയും കൂടി ഞാൻ എടുത്ത് കാണ്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ബെഡ്മേലിട്ടിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അത്രത്തോളം വൃത്തിയായി കാണുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ക്യാമറ അടുത്തേക്ക് പിടിച്ച് കണ്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് റെഡിയായി കിട്ടുക. അപ്പോൾ ഇതാ കൊതുക് വലൻ്റെ അറ്റത്ത് ഡിസൈൻ ചെയ്യാനുള്ള കഷ്ണങ്ങൾ അങ്ങനെ വെട്ടിയെടുക്കുകയാണ്. അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് 4 സെൻറ്റിമീറ്ററിൽ വേണമെങ്കിൽ ചെയ്യാം, 2 സെൻറ്റിമീറ്ററിൽ വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ. നമ്മൾ കുറച്ചും കൂടി തിക്കായിട്ട് ചെയ്യുമ്പോഴാണ് ഒരിതുണ്ടാകുക. അപ്പോൾ 2 മീറ്റർ തൊട്ടിത്തുണി കൊതുക് വലക്ക് ഞാൻ 4.5 മീറ്റർ തുണി വേണം അതിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അത്യാവശ്യത്തിന് ഡിസൈന്, അതായത് നെറിവൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു ഭംഗി കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുന്നത്. പിന്നെ തീരെ അത് ഇതില്ലയെന്നുണ്ടെങ്കിലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ ഈ 5 മീറ്റർ ഇങ്ങനെ അടിച്ചുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ സൈഡ് ഫുള്ളും തയ്ച്ചുട്ടാ. അപ്പോൾ ഒന്നായിട്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അത് എടുത്തിട്ട് നമുക്ക് ഇനി അത് ഇതിമേൽ നെറ്റുമേൽ വെച്ച് തയ്ക്കണം. അപ്പോൾ നെറ്റ് നമുക്ക് മേലെ ഭാഗത്തേക്ക് കുറച്ച് അടി 2 മീറ്റർ ഉണ്ടെങ്കിൽ ആ 2 മീറ്റർ നമുക്ക് തൊട്ടിൻ്റെ മേലെ കെട്ടുന്ന സ്ഥലത്ത് വേണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് ഉള്ളിക്ക് വെച്ചുകാണ്ട് ഇത് ചെയ്യാം, അതായത് നെറിയിടുക. അങ്ങനെ നെറിയിട്ടുകാണ്ട് തയ്ച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ആദ്യം എന്താ ചെയ്ത് വെച്ചാൽ ആദ്യം നെറിയിടാനുള്ള മടി കൊണ്ട് ഈ കൊതുക് വലൻ്റെ അറ്റം മടക്കി വെച്ചുകാണ്ട് അതിൻ്റെ ഒരു സൈഡിൽ തന്നെ വെച്ച് നെറിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുറച്ച് 4-5 നെറിയൊക്കെ അങ്ങനെ ഇട്ട് വെച്ചപ്പോൾ എനിക്കത് കുറച്ച് റിസ്ക് ഉള്ള മാതിരി തോന്നി. അതേമാതിരി നമ്മൾ തയ്ച്ചത് കുറച്ച് വളഞ്ഞ മാതിരി തോന്നി. ഇതിപ്പോൾ ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് തയ്ക്കണോണ്ടുള്ള തപ്പിപ്പായേട്ടാ ഈ കാണുന്നത്. അപ്പോൾ എടുത്തു തരാൻ ഒരാളുണ്ടായില്ല. അപ്പോൾ ഞാൻ അതാ കംപ്ലീറ്റും ഇങ്ങനെ തയ്ച്ചു. ഈ 5 മീറ്റർ തുണി ഇങ്ങനെ തയ്ച്ചു. 5 മീറ്റർ തുണി ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ നമുക്കത് 2.5 മീറ്ററേ ഉണ്ടാവുള്ളൂ. നമുക്ക് 2 മീറ്റർ കൊതുക് വലക്ക് വേണേനും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റും തയ്ച്ചത് ഇനി അതിമ ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. കൊതുകലിൻ്റെ മേൽഭാഗം തയ്ച്ചതാണിത്. ഉള്ളിലേക്ക് കണ്ടില്ല, നന്നായിട്ട് ഇട്ടുകൊണ്ടാണ് തയ്ച്ചെടുക്കാൻ. കാരണം കുറേ മേൽക്ക് നമുക്ക് കുറച്ച് മതി. 2 മീറ്ററിന് ഒന്നായിട്ട് നമുക്ക് കയറ് കെട്ടുന്ന സ്ഥലം ആക്കിയെടുക്കാൻ പറ്റുന്നത് മാത്രമല്ല അത് ബുദ്ധിമുട്ടുമാണ്. അപ്പം ഞാൻ അതൊക്കെ തയ്ച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലെ മടക്കി അടിച്ചു കൊടുക്കുകയാണ് ആ നേരെയുള്ള. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ കൊതുകുവലൻ്റെ അവിടെ കുറച്ചുകൂടി കട്ടി കിട്ടും. തയ്ക്കുമ്പോഴും നമുക്ക് തുണി അതിനെ ഡിസൈൻ ചെയ്യുമ്പോഴും ഒന്നും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഇങ്ങനെ തയ്ച്ച് വെച്ചു. ഇനി അതിന് ഇതാ ഒരു തുണി വെച്ചുകാണ്ട് നമ്മൾ അടിപ്പാവാട അറിയില്ലേ, അപ്പോൾ അതിനൊക്കെ വെക്കണ മാതിരി പട്ട് വെച്ച് കൊടുക്കുക. പണ്ടത്തെ പാവാടക്ക് വെക്കണ മാതിരി, അത് അറിയാത്തവരുണ്ടല്ലേ, പണ്ടത്തെ പാവാടക്ക് വെച്ച് തയ്ക്കണ മാതിരി ഇങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ്. ഉള്ളിലൂടെ നമുക്ക് കയറിട്ട് കൊടുക്കണം. ഇതിൻ്റെ അടുത്ത് കുറച്ച് മുന്നുണ്ടായിരുന്ന ഒരു തൊട്ടിത്തുണിയാണ്. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു തൊട്ടിത്തുണി ഡിസൈൻ ചെയ്തത്. ഇത് 2 മീറ്റർ തുണിയാണ്. അതിൻ്റെ 2 സൈഡിക്കും 2 ലെയർ വെക്കണം. നന്ന മേൽഭാഗത്ത് 1 ലെയർ വെക്കണം. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അവിടേക്ക് 2 ലെയർ വെക്കണം. അപ്പോൾ അവിടേക്ക് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് 2 മടക്കിലാണ് കേട്ടോ ആ പുള്ളി കഷ്ണം കാണുന്നത്. അതേമാതിരി മേൽഭാഗത്ത് ഒരൊറ്റ ഇത് മതി. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ താഴത്തേക്ക് അളന്നിട്ട്, അപ്പോൾ നമ്മൾ മേൽഭാഗം ഒരു കോണായിരിക്കും. അങ്ങനെ കോണായിരുന്നാൽ കുട്ടീൻ്റെ തലയും കാൽഭാഗവും ഇതിൻ്റെ അവിടെ തൊട്ടിൻ്റെ അവിടെ പൊന്തി വരും. പക്ഷേ ഈ തയ്ച്ച തൊട്ടി അങ്ങനെ പൊന്തി വരില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിന്നോ എന്തെങ്കിലും വെച്ച് കൊടുത്തുകൊണ്ട്
അല്ലെങ്കിൽ ആ ഭാഗത്ത് ജസ്റ്റ് തയ്ച്ച് കൊടുത്തുകാണ്ടോ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നിട്ട് എന്തുകൊണ്ടാണ് തയ്ച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ചില സമയത്ത് പുള്ളിയുള്ള ഭാഗം അടിയിക്കാക്കാം, വെള്ളമുള്ള ഭാഗം മേലക്കാക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ തയ്ച്ച് കൊടുത്താൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ പിന്നെ വെച്ചുകാണ്ട് കുട്ടി ഇപ്പം തന്നെ വേണ്ടല്ലോ, കുറച്ചൊക്കെ കുട്ടി പുറത്തേക്ക് ചാടുന്ന ആ ഒരു സമയം ആവുമ്പോൾ പിന്നെ വെച്ചുകാണ്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ തൊട്ടിത്തുണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൊട്ടിത്തുണി 2 മോഡലിൽ തൊട്ടിത്തുണി എടുത്തിട്ടുണ്ട്. തലയിണവറ പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയുണ്ട് എന്നറിയില്ല. ഇങ്ങനെ ബെഡ്ഷീറ്റ് ആകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും. അതേമാതിരി ഒരുപാട് ഈട് നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം മുമ്പ് ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് ചെയ്ത അന്ന് ബെഡും പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ചെയ്യാൻ ഞാൻ അത്രക്കും റിസ്ക് എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇടയിൽ കൂടി നമ്മൾ ഇതും ചെയ്തെടുത്തു മാത്രം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതെങ്ങനെ വെച്ചാൽ പിന്നെ ഇത് ചെയ്യാനുള്ള കാരണം ഇതാണ്. നമ്മളൊരു കടയിൽ ചെന്നപ്പോൾ അത് ബഡ്ജറ്റിൽ ചെന്നപ്പോൾ തൊട്ടിത്തുണി ഞാൻ അവിടുത്തെ ചോദിച്ചതാണ് കേട്ടോ. അവിടുത്തെ ഇപ്പോഴത്തെ മോഡൽ എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് അവർ കാണിച്ചു തന്നത്. മേലെ നല്ല നെറ്റ് ഇട്ടിട്ടുണ്ട്, അടിക്ക് വെള്ള മേലെ പുള്ളിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതുമേലെ ഒരു വൈലറ്റ് പുള്ളി പോലും ഇല്ല, ഒരു വൈലറ്റ് നെറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു വൃത്തി തോന്നുന്നില്ല ആ ഇതില്ലാതെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ തൊട്ടി വരികയെന്നും കൂടി പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇനി 1 മീറ്റർ തുണി ഇതും 1 മീറ്റർ നമ്മളെ ബെഡ്ഷീറ്റിൻ്റെ പുള്ളി കളറും കൂടി എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.